ഹോണർ എന്ന ബ്രാൻഡ് അധികം ഡിവൈസുകളൊന്നും ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഹോണർ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ സ്മാർട്ട് ഫോണൊക്കെ ഇപ്പം ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണറിൻ്റെ ഹോണർ പാഡ് X9 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് ഓൾറെഡി ഇപ്പം അവർ ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഓൾറെഡി ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഹോണർ പാഡ് X9 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 11.5 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ വരുന്നതായിരിക്കും. റെസൊല്യൂഷൻ വരിക 2000x1200 ആയിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ ഇതിൽ വരും. ഏകദേശം 86% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആയിരിക്കും ഈ ടാബിൽ വരിക. ടാബിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 400 nits ആയിരിക്കും. അപ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ടാബിൽ വന്നേക്കാം. പിന്നെ ഇതിൽ മെറ്റൽ ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല. ടാബിൻ്റെ വെയിറ്റ് വരിക 499 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 6.9 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പോൾ തിരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടേണ്ടതാണ്. ചെറിയ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതും ആണ്. പിന്നെ ഇതിൽ 4 GB റാം വരെ വന്നേക്കാം. 128 GB ഇൻറ്റേർണൽ വരെയും വന്നേക്കാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. പിന്നെ 6 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പല ടാബുകളിലും 4 സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരാറ്. എന്നാൽ ഈ ഒരു ടാബിൽ 6 സ്പീക്കേഴ്സ് വരും. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ക്യാമറ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിലും 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 7250 mAh ബാറ്ററി ഈ ടാബിൽ വരുന്നതായിരിക്കും. 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഈ പറയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മുമ്പ് യൂറോപ്യൻ മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് 199.9 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 18,450 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ ചിലപ്പം വില കുറച്ചുകൂടി കുറയാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഈ ഒരു ടാബിൻ്റെ വില ഒരു 15,000-17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വരെ എത്തിയേക്കാം. കൺഫർമേഷൻസ് ഇല്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. കാരണം ഓൾറെഡി ടീസറും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്ത് വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഹോണറിൻ്റെ ഹോണർ പാഡ് X9 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.